തിരുവെമ്പിനൊപ്പം കാർത്യായനിക്കുട്ടിയമ്മ. വടകരയിൽ നിന്ന് 2.5 കിലോമീറ്റർ വടക്ക് ചെമ്മരുത്തൂരാണ് കൽപ്പള്ളി പാലാറ്റുകാരുടെ പ്രഭവസ്ഥാനം. ഹൈദരലിയുടെ കാലത്തെ മാപ്പിള ആക്രമണം ഭയന്ന് അവിടുത്തെ ഒരു സ്ത്രീയും അവരുടെ ബ്രാഹ്മണനായ ഭർത്താവും കൂടി ഇന്നത്തെ പിലിക്കോട് രായരമംഗലം ക്ഷേത്രത്തിന് അടുത്തെത്തിയെന്നും പിന്നീട് അവിടെ സ്ഥിരതാമസമാക്കിയെന്നുമാണ് ഐതിഹ്യം. രായരമംഗലം ക്ഷേത്രം ആദ്യകാലത്ത് കോണോത്ത് അടിയോടിമാരുടേതായിരുന്നു. അവർ അന്യോന്യം എന്തോ കാരണവശാൽ ബഹളം വെച്ച് വെപ്പും കുടിയും പോലും രണ്ടാക്കി ഒരു വിഭാഗം വടക്കേരത്തും മറ്റൊരു വിഭാഗം തെക്കേരത്തും താമസമാക്കി. ഒരു ദിവസം ഇവരിലെ കാരണവത്തി പിലുക്കോട്ടമ്മയുടെ മുന്നിൽ ഉരുളി കമഴ്ത്തി വെച്ച് ക്ഷേത്രം സംരക്ഷിക്കാൻ തങ്ങൾക്ക് പറ്റില്ലെന്നും ദേവിയോട് കരഞ്ഞു പറഞ്ഞു. ഇത് കേട്ടു കൊണ്ടുവന്ന പാലാട്ടെ തറവാട്ടമ്മ കമഴ്ത്തിയ ഉരുളി നേരെ എടുത്തു വെച്ച് നിങ്ങളുടെ അനുവാദത്തോടെ അമ്പലം ഞങ്ങൾ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞത്രേ. അങ്ങനെയാണ് രായരമംഗലം ക്ഷേത്രം പാലാട്ടുകാരുടെ വകയായത് എന്നാണ് ഐതിഹ്യം. അന്ന് ബാലവിവാഹവും മറ്റും നിലവിലുണ്ടായിരുന്ന കാലമായിരുന്നു. പെൺകുട്ടികൾ കാതിൽ ഓല ഇട്ട് വെച്ച് ഊഞ്ഞാൽ പോലെ ആക്കും. ഏറ്റവും വലിയ ഊഞ്ഞാൽ കാതുള്ളവർക്ക് മറ്റുള്ളവരുടെ ഇടയിൽ വലിയ അന്തസ്സാണ്. പെൺകുട്ടികൾക്ക് 7 മുതൽ 9 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ താലികെട്ട് ചടങ്ങ് നടത്തിക്കും. പെൺകുട്ടികൾ താലികെട്ട് ചടങ്ങ് നടത്തുന്നതിന് മുമ്പ് വയസ്സറിയിച്ചാൽ അവരെ ജാതിഭ്രഷ്ടരാക്കും. ഇന്നും മുച്ചിലോട്ടെ കളിയാട്ടത്തിൽ പെൺകുട്ടികൾക്ക് താലി കെട്ടുന്ന ചടങ്ങ്